കർത്താവിൻ്റെ ധന്യമായ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വാത്സല്യ സഹോദരങ്ങളെ, കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമുക്ക് ഒരു പ്രാവശ്യം കൂടി അടുത്തു വരുവാൻ അവസരം ലഭിച്ചതോർത്ത് നമുക്ക് ദൈവത്തെ മഹത്വപ്പെടുത്താം. ബലഹീനമായ നമ്മുടെ ശരീരങ്ങളെ, ബലഹീനമായ നമ്മുടെ ജീവിതത്തെ ശക്തിപ്പെടുത്തുവാൻ ദൈവത്തിന് കഴിയും. ഏതൊരു മനുഷ്യനും ബലഹീനനാണെന്ന് തോന്നിയാൽ ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ മതി, ദൈവം തൻ്റെ ബലം അവൻ്റെ മേൽ പകർന്നു കൊടുക്കുമെന്ന് തിരുവചനവും പറയുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യൻ്റെ ജ്ഞാനം കുറവാണെങ്കിൽ അവൻ ദൈവത്തോട് അപേക്ഷിച്ചാൽ അവന് കർത്താവ് ജ്ഞാനം നൽകുമെന്നും വേദപുസ്തകം പറയുന്നു. ഏത് പോരായ്മയാണോ നമുക്കുള്ളത്, ആ പോരായ്മ ദൈവത്തോട് പറഞ്ഞാൽ ആ പോരായ്മ പരിഹരിച്ച് ശക്തിപ്പെടുത്തുവാൻ ദൈവം സന്നദ്ധനാണ്. സ്തോത്രം. പൗലോസ് അപ്പോസ്തലൻ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാമത്തെ ലേഖനത്തിൽ അതിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെയാണ് തിരുവചനം വായിക്കുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ എന്നു വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലാകുന്നു ഉള്ളത്. സ്തോത്രം. ശരിക്കും വേദപുസ്തക പരിജ്ഞാനമില്ലാത്ത ഒരാൾക്ക് ഈ വാക്കുകളുടെ അർത്ഥം പോലും ശരിക്കും മനസ്സിലാവുകയില്ല. എന്താണ് ഇവിടെ അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്? എങ്കിലും ഈ അത്യന്ത ശക്തി, ആ ശക്തി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാണ്. ഏതൊരു മനുഷ്യനും മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ പരിഹാരത്തിന് വേണ്ടി പ്രായശ്ചിത്തം ചെയ്ത് ദൈവത്തോട് അടുത്ത് കഴിയുമ്പോൾ അവന് ദൈവം നൽകുന്ന ഒരു ശക്തിയാണ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി. ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ചാൽ എന്താണ് ഗുണം? മനുഷ്യരായ നമുക്ക് ചെയ്യാൻ പറ്റാത്ത പലതും പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ നമുക്ക് സാധ്യമാക്കി തീരും. സ്തോത്രം. നമ്മുടെ മനസ്സിൻ്റെ ധൈര്യം, പ്രവർത്തിക്കാനുള്ള ഊർജം, പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കാനുള്ള ധൈര്യം, ഇതെല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ലഭിക്കുന്നതാണ്. സ്തോത്രം. പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ലഭിച്ച ഒരുവന് വീര്യപ്രവൃത്തികൾ ചെയ്യുവാൻ സാധിക്കും. അവൻ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നത് പോലെ കാര്യങ്ങൾ നടക്കും. ഇതെല്ലാം പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ ഉണ്ടാകുന്നതാണ്. അപ്പോസ്തലനായ പൗലോസ് തൻ്റെ മിഷണറി യാത്രകളിൽ താൻ യാത്ര ചെയ്യുന്ന ഇടങ്ങളിൽ ധാരാളം പ്രതിസന്ധികളും പ്രതികൂലങ്ങളും ഉണ്ടായിരുന്നു. എന്നാൽ അവയെല്ലാം പൗലോസ് അപ്പോസ്തലൻ തരണം ചെയ്തത് ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ്. തന്നിൽ കൂടി വളരെ വലിയ അത്ഭുതങ്ങൾ കർത്താവ് ചെയ്യുവാനിടയായി. ഒരിക്കലും പൗലോസ് അപ്പോസ്തലൻ്റെ മുൻകാല അനുഭവത്തിൽ നോക്കിയാൽ അങ്ങനെ ഒരു കാര്യം ചെറുതായിട്ട് കാണാൻ കഴിയുന്നില്ല. എന്നാൽ യേശുക്രിസ്തു അദ്ദേഹത്തെ തിരഞ്ഞെടുത്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് പ്രത്യേകമായിട്ട് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നൽകി. അന്നു മുതൽ ധാരാളം വീര്യപ്രവൃത്തികളെ, അത്ഭുത പ്രവൃത്തികളെ ചെയ്യുവാൻ ദൈവം പൗലോസ് അപ്പോസ്തലന് കൃപ നൽകി. അപ്പോൾ ആ അപ്പോസ്തലനാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്: എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമല്ല. സ്തോത്രം. അതാണ് നാം പ്രത്യേകമായിട്ട് സമ്മതിക്കേണ്ടത്. ഏതെങ്കിലും നിലയിൽ മറ്റുള്ള മനുഷ്യരെക്കാൾ
എന്തെങ്കിലും ചില പ്രവൃത്തികൾ ദൈവനാമത്തിൽ ചെയ്യുവാൻ കഴിയുന്നുവെങ്കിൽ ഒരു മനുഷ്യനും അതിൽ അഹങ്കരിക്കരുത്. അത് നമ്മുടെ സ്വന്തമല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. സ്തോത്രം, ഹല്ലേലൂയ. അതാണ് നാം അംഗീകരിക്കേണ്ടത്. ദൈവത്തിൻ്റെ ദാനമാണ്. പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെ ദാനമാണ്. സ്വന്തം കഴിവുകൊണ്ട് ഞാനിത് ചെയ്തുവെന്ന് ആരും പറയുവാനിടയാകരുത്. പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലാണ് എന്തെങ്കിലും ചില പ്രവൃത്തികൾ ആമേൻ നമ്മുടെ പ്രാർത്ഥന മൂലം, നമ്മുടെ പ്രസംഗം മൂലം, നമ്മുടെ ആത്മീയ ശുശ്രൂഷകൾ നിമിത്തം സംഭവിക്കുന്നതെന്ന് നാം തിരിച്ചറിയണം. സ്തോത്രം. ആരും അതുകൊണ്ട് അഹങ്കരിക്കരുത്. ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനമത്രേ. സ്തോത്രം, ഹല്ലേലൂയ. പരിശുദ്ധാത്മാവ് ദൈവത്തെ പോലെ അത്രയും ശക്തിയുള്ള ഒരാളത്വമാണ്. സ്തോത്രം. മനുഷ്യരുടെ ഉള്ളിൽ ഈ പരിശുദ്ധാത്മാവ് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഈ പരിശുദ്ധാത്മാവിൻ്റെ ദാനം നമ്മുടെ ഉള്ളിലാണ് ദൈവം നൽകുന്നത് ഒരു നിക്ഷേപമായി. ആ വലിയ ശക്തി സാധാരണ മനുഷ്യരായ നമ്മിൽ ദൈവം പകർന്നിരിക്കുന്നു. മനുഷ്യനെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ ഓർപ്പിക്കുന്നത് ഇത് വെറും മൺപാത്രമാണ്. എന്താണ് മൺപാത്രം? എപ്പോൾ വേണമെങ്കിലും തകർന്നുടഞ്ഞു പോകാം. സ്തോത്രം. എന്ന് പറഞ്ഞാൽ അത്ര ബലഹീനമാണ്. ഏതൊരു മനുഷ്യനും ബലഹീനനാണ്. സ്തോത്രം. എന്നാൽ ഈ ബലഹീനനായ മനുഷ്യൻ്റെ ഉള്ളിലാണ് ഈ അത്യന്തമായ ശക്തി, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ആമേൻ ദൈവം നമുക്ക് വേണ്ടി പകർന്നു വന്നിരിക്കുന്നത്. സ്തോത്രം. ഈ ശക്തിയാൽ നമുക്ക് പലതും ചെയ്യുവാൻ സാധിക്കും. ഈ ശക്തി നമുക്ക് ഏത് പോരാട്ടത്തെയും ജയിക്കുവാൻ കൃപ നൽകും. സ്തോത്രം. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് യുദ്ധം ചെയ്യും. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് അത്ഭുതങ്ങളെ ചെയ്യും. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റിത്തരും. സ്തോത്രം. അപ്പോൾ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രയെന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിലത്രേ ആകുന്നു. സ്തോത്രം. ഇത് മൺപാത്രമാണ്. നമ്മുടെ ശരീരം മൺപാത്രമാണ്. മണ്ണിൽ നിന്ന് എടുത്ത് സൃഷ്ടിച്ചുകൊണ്ട് ഇത് മൺപാത്രമാണ്. ഇത്രയും ശക്തി, ഊർജം നിലനിൽക്കുന്ന ഈ അത്യന്ത ശക്തി നമ്മുടെ ഉള്ളിൽ കർത്താവ് പകർന്നിരിക്കുന്നത്, എന്നിട്ട് നാം തകർന്നു പോകുന്നില്ല. നോക്കിക്കേ, നാം പിന്നെയും ആ പരിശുദ്ധാത്മ ശക്തിയാൽ ജയം പ്രാപിക്കും. ആ പരിശുദ്ധാത്മ ശക്തിയാൽ ദൈവത്തിന് വേണ്ടി വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ, ഹല്ലേലൂയ, സ്തോത്രം. അതെല്ലാം ദൈവത്തിൻ്റെ കൃപയും ദാനവുമാണ്. ഇന്ന് നമുക്ക് പിന്നെയും ഹല്ലേലൂയ ആമേൻ ദൈവത്തോട് പ്രാർത്ഥിക്കാം, കർത്താവേ, ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി, ഈ അത്യന്ത ശക്തി ഞങ്ങളെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ അവിടുന്ന് പകർന്നു തരണമെന്ന് പ്രാർത്ഥിക്കാം. കാരണം ഈ ശക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഒന്നിനെയും ഭയപ്പെടേണ്ട കാര്യമില്ല. ഈ ശക്തി ഉണ്ടെങ്കിൽ ഏത് പ്രതിസന്ധികളെയും നമുക്ക് അതിജീവിക്കുവാൻ സാധിക്കും. ഈ ശക്തി ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, സ്തോത്രം, നമ്മുടെ പരാജയങ്ങളെ വിജയങ്ങളാക്കി മാറ്റുവാൻ സാധിക്കും. സ്തോത്രം. നമുക്ക് വേണ്ടി പരിശുദ്ധാത്മാവ് തന്നെ പ്രവർത്തിച്ചുകൊള്ളും. ഈ ദൈവവചനം പ്രിയപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ പ്രവൃത്തികൾ നടക്കുവാൻ കാരണമായി തീരട്ടെന്ന് ഞങ്ങളും പ്രാർത്ഥിക്കുന്നു. നിശ്ചയമായും പൗലോസിനെ ബലപ്പെടുത്തിയ ഈ അത്യന്ത ശക്തി എല്ലാ പ്രിയപ്പെട്ടവരെയും ബലപ്പെടുത്തുവാൻ പര്യാപ്തമാണെന്ന് നമുക്ക് ഉറച്ച് വിശ്വസിക്കാം. നമുക്ക് പിന്നെയും പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ നല്ല കർത്താവേ, സ്വർഗീയ പിതാവേ, ഈ നല്ല കർത്താവെ, ദിവസത്തിനായിട്ട് അടിയങ്ങളങ്ങെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, ഹല്ലേലൂയ. ഞങ്ങൾക്ക് മാനുഷികമായി ആമേൻ കർത്താവെ, സ്തോത്രം, പലവിധമായ പരിമിതികളുമുണ്ട്. എന്നാൽ അങ്ങയുടെ ആമേൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി ഞങ്ങളുടെ മേൽ പകർന്ന് ഞങ്ങളെ അവിടുന്ന് ബലപ്പെടുത്തുന്നതിനാണ് നന്ദിയോടെ സ്തോത്രം. പല പ്രതിസന്ധികളുടെ ഘട്ടങ്ങളിലും ഞങ്ങൾ തകർന്നു പോകുമെന്ന് തോന്നുമ്പോഴും അവിടെയെല്ലാം പരിശുദ്ധാത്മാവ് ഞങ്ങളെ ബലപ്പെടുത്തി ആമേൻ ഹല്ലേലൂയ സ്തോത്രം ഞങ്ങളെ ധൈര്യപ്പെടുന്നതിനാണ് നന്ദിയോട് സ്തോത്രം. അങ്ങയുടെ കൃപയാൽ, ഈ പരിശുദ്ധാത്മ ശക്തിയാൽ ഞങ്ങൾക്ക് വൻ കാര്യങ്ങളെ നേടുവാൻ, ഹല്ലേലൂയ, അങ്ങയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുവാൻ, ദൈവരാജ്യത്തിൻ്റെ ആമേ കൂട്ടവകാശികളായി തീരുവാൻ, അതിനുവേണ്ടി അധ്വാനിക്കുവാൻ ഞങ്ങളെ ഒരുക്കുന്നതിനാണ് നന്ദിയോട് സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ. ദൈവമേ, അങ്ങയുടെ മക്കളെല്ലാം അവിടുന്ന് അനുഗ്രഹിക്കണമേ. പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങ് അവരോട് മനസ്സിലെണ്ണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ, ഹല്ലേലൂയ.
ശാരീരികമായ ക്ലേശങ്ങളിൽ കൂടി കടന്നു പോകുന്നവരെ അങ്ങയുടെ ശക്തിയാൽ ബലപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർക്ക് സൗഖ്യം നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേ, സാമ്പത്തികമായ ഞെരുക്കങ്ങളിൽ കടഭാരങ്ങളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. സ്വർഗ്ഗമല്ലലി അവരുടെ മനസ്സറിഞ്ഞ് വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന പറ്റിയുമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, ആമേൻ. ജോലിക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിച്ച് ആമേൻ ഉപജീവന വഴികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരോട് അവിടുന്ന് മനസ്സിലിടണമേ. അത്ഭുതത്തിന് വഴികൾ തുറന്നു കൊടുത്ത് ആമേ വേഗം ഹല്ലേലൂയ പുതിയ ജോലി പ്രവേശിക്കുവാൻ സ്വർഗ്ഗം സഹായിക്കണമേ. വിദേശത്ത് കടന്നു പോകുവാൻ വിസയ്ക്ക് വേണ്ടി ആമേ കർത്താവെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, വേഗത്തിൽ അവരാഗ്രഹിക്കുന്ന രാജ്യത്ത് കടന്നു പോകുവാൻ തക്കവണ്ണം വിസ നൽകി അവരെ സഹായിച്ച് ആമേൻ ഹല്ലേലൂയ കർത്താവ് അനുഗ്രഹിച്ചതിനാണ് സ്തോത്രം. കർത്താവെ, മക്കളില്ലാതെ ഭാരപ്പെടുന്നവരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവിടുന്ന് മനസ്സറിഞ്ഞ് ആമേൻ ഹല്ലേലൂയ കർത്താവെ ആ കുഞ്ഞുങ്ങൾക്ക് വേഗത്തിൽ തലമുറയുള്ള നിലയിൽ കൊടുത്ത് കർത്താവ് മാനിക്കണമെന്ന് ഞങ്ങളോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അങ്ങ് മനസ്സറിഞ്ഞതിനാണ് സ്തോത്രം. കർത്താവെ, ഹല്ലേലൂയ വാർദ്ധക്യത്തിലായിരിക്കുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവരെ അവിടുന്ന് ബലപ്പെടുത്തിക്കൊണ്ടെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഹല്ലേലൂയ, അതേമേ പലവിധമായ പ്രതിസന്ധികളിൽ കൂടി കടന്നു പോകുന്ന പ്രിയപ്പെട്ടവരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരുടെ മേലും ആമേ കർത്താവെ അങ്ങ് മനസ്സറിഞ്ഞ് ഈ പരിശുദ്ധാത്മാവിന് ശക്തി പകർന്നു കൊടുത്ത് അവരെ സഹായിക്കുന്ന പറ്റിയുമാണ് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ലോകരാജ്യങ്ങളെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവിടുന്ന് വിടുതലയക്കണമേ. യുദ്ധങ്ങളെ നിർത്തൽ ചെയ്യണമേ. വേഗത്തിൽ കർത്താവെ ഒരു സമാധാനത്തിന് അന്തരീക്ഷം പുനഃസ്ഥാപിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ആമേ, സമാധാന ചർച്ചകൾക്ക് വേണ്ടി കർത്താവെ രാജ്യങ്ങളെ അവിടുന്ന് ഒരുക്കുന്നതിനായിട്ട് സ്തോത്രം. കർത്താവെ, വേഗത്തിൽ തന്നെ ഈ യുദ്ധങ്ങളെല്ലാം അവസാനിച്ച് ഹല്ലേലൂയ സ്തോത്രം, ആമേ, ജീവിതം ആമേ സാമാന്യ രൂപത്തിലായിത്തീരുവാൻ, സാധാരണ നിലയിലേക്ക് മടങ്ങി വരുവാൻ സ്വർഗ്ഗം സഹായിക്കുന്നതിനാണ് സ്തോത്രം. കർത്താവെ, വിമാന സർവീസുകളൊക്കെ പുനരാരംഭിക്കാൻ സ്വർഗ്ഗം സഹായിക്കണമേ. കർത്താവെ, ആമേ, കപ്പലുകളുടെ ഗതാഗതം ആമേ പുനഃസ്ഥാപിക്കാൻ കർത്താവ് സഹായിക്കണമേ. എല്ലാ രാജ്യങ്ങളുടെയും പ്രദേശങ്ങളെയും മാറ്റി കർത്താവെ അവിടുന്ന് അനുഗ്രഹിക്കുന്നതിനാണ് സ്തോത്രം. കർത്താവെ, അങ്ങ് കർത്താവെ പ്രാർത്ഥന കേട്ടു. അങ്ങയുടെ പുനർനാമം മഹത്വപ്പെടുന്നതിനായ സ്തോത്രം. സകലവും കേൾക്കുന്ന അൻപുള്ള യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കരുണയോട് കേട്ട് ഉത്തരം അരുളുമാറാകണമേ സ്വർഗീയ പിതാവേ, ആമേൻ. കരിസ്മ പ്രയർ മിനിസ്ട്രിയുടെ എല്ലാ പ്രാർത്ഥനയും പ്രിയപ്പെട്ടവരായ നിങ്ങളോടൊപ്പമുണ്ട്. തുടർന്ന് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. കർത്താവ് എല്ലാവരും സഹായിക്കട്ടെ. ധൈര്യപ്പെടുക, കർത്താവിൽ വിശ്വസിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി വേണ്ടി പ്രാർത്ഥിക്കുക. കർത്താവ് നിങ്ങളെ സഹായിക്കുക, അനുഗ്രഹിക്കും. ഗോഡ് ബ്ലസ് യു. താങ്ക് യു.